5 സബ്സിഡി ഇനങ്ങളുടെ വില കുറച്ച് സപ്ലൈകോ. 4 മുതൽ 10 രൂപ വരെയാണ് കിലോഗ്രാമിന് കുറയുന്നത്. തുവരപ്പരിപ്പ്, മുളക്, കടല, ഉഴുന്ന്, വൻപയർ എന്നീ 5 സബ്സിഡി ഇനങ്ങളാണ് വില കുറച്ചത്. വിവരങ്ങളുമായി മാനസ ചേരുകയാണ്. മാനസ, ഈ ഉത്സവകാലങ്ങളിലെല്ലാം ഇത്തരത്തിൽ വിപണിയിലുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്താറുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയായി തന്നെ ഇതിനെയും കാണണം, അല്ലേ? എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വിവരങ്ങൾ? തീർച്ചയായും അജിംഷാദ്, അത് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ ഉത്സവ സീസൺ ആകുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ കാര്യമായ ഇടപെടൽ തന്നെയാണ് സാധാരണക്കാർക്ക് വേണ്ടി നടത്തുന്ന സപ്ലൈകോ. അതോടൊപ്പം തന്നെ കൺസ്യൂമർ ഫെഡ് വിപണന മേളയിലെ ഈ ഉൽപ്പന്നങ്ങൾക്ക് ഉണ്ടാകുന്ന വില കുറവ് എന്ന് പറയുന്നത് സാധാരണയേക്കാൾ എത്രയോ ശതമാനം കുറച്ചാണ്, അതായത് പകുതി വില മാത്രം ഉൾപ്പെടുത്തിയാണ് ഇത്തരത്തിൽ സപ്ലൈകോ വഴിയും കൺസ്യൂമർ ഫെഡ് വഴിയൊക്കെ ആളുകൾക്ക് സാധനങ്ങൾ നൽകുന്നത്. അതിൻ്റെ തുടർച്ചയായുള്ള ഒരു ഘട്ടം തന്നെയാണ് ഇത്. അതിൽ ഈ 13 ഇന സാധനങ്ങളിൽ 5 ഇനങ്ങളുടെ വിലയാണ് കുറച്ചിരിക്കുന്നത്. ഇന്ന് മുതലാണ് വില പ്രാബല്യത്തിൽ വരിക. ഏതായാലും ആ 5 ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് തുവരപ്പരിപ്പ്, മുളക്, കടല, ഉഴുന്ന്, വൻപയർ എന്നീ ഉൽപ്പന്നങ്ങളാണ്. ഈ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ന് മുതൽ ഈ സപ്ലൈകോ വഴി വാങ്ങുമ്പോൾ വില കുറവ് തന്നെയായിരിക്കുമെന്ന് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വൻകടലയ്ക്ക് 1 കിലോയ്ക്ക് 69 നിന്ന് 65 രൂപയാണ് കുറച്ചത്. ഒപ്പം തന്നെ ഉഴുന്ന് 95 നിന്ന് 90 രൂപയാക്കി. വൻപയർ 4 രൂപ കുറച്ച് 75 രൂപയിലേക്കാക്കി. തുവരപ്പരിപ്പിന് 10 രൂപ കുറച്ച് 105 രൂപയിലേക്കും 1 കിലോ മുളകിന് 57.75 രൂപ എന്ന വിലയുമാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ 1 കിലോ മുളകിന് 68.25 ആയിരുന്നു വില. ഒപ്പം തന്നെ പൊതുവിപണിയേക്കാൾ പകുതി വിലക്കാണ് അവശ്യ സാധനങ്ങൾ നൽകുന്നത് എന്നും സപ്ലൈകോ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പറയുന്നത് ഈ 4 മുതൽ 10 രൂപ വരെയാണ് ഈ കിലോഗ്രാമിന് വില കുറച്ചുള്ള ഒരു മാറ്റം ഏർപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായും ഇത് സാധാരണക്കാർക്ക്, പൊതുജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന വിധത്തിൽ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് അല്പസമയം മുൻപ് കൺസ്യൂമർ ഫെഡിൻ്റെയും സംസ്ഥാനതല ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. അതും ഈ 10 മുതൽ 35% വരെ വിലക്കുറവാണ് നൽകിയിരിക്കുന്നത്. ഏതായാലും ഇത്തവണത്തെ വിഷു, ഈസ്റ്റർ ആഘോഷം പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് അധികം ബുദ്ധിമുട്ട് ഉണ്ടാകാത്ത രീതിയിൽ തന്നെ നടത്താനുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അജിംഷാദ്. ശരി, മാനസയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.